അഖിൽ മാരാരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. ജിഞ്ചർ മീഡിയയിൽ കൊടുത്തതാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇയാൾക്ക് അത്യാവശ്യം ബോധവും വിവരമൊക്കെ കാണുമായിരിക്കും. കാരണം പല കാര്യങ്ങളിലും വന്നിട്ട് സ്വന്തം അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അതേക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ അറിയുന്ന ഒരാളാണ് അഖിൽ മാരാർ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വേടനും മൈത്രേയനുമായിരുന്നു പുള്ളിയുടെ സബ്ജക്റ്റ്. ഇൻ്റർവ്യൂവർ ചോദിച്ചത് മുഴുവൻ ഈ രണ്ടാൾക്കാരെ കുറിച്ച് അഖിൽ മാരാർ നടത്തിയ പരാമർശങ്ങളാണ്. അപ്പോൾ ആദ്യം വേടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വേടൻ പാട്ട് പാടുന്നതൊക്കെ ഓക്കെ, പക്ഷേ വേടൻ എന്തിന് രാഷ്ട്രീയം പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. വേടന് രാഷ്ട്രീയം പറയാൻ പാടില്ലേ? കാരണം ഒരു കലാകാരൻ രാഷ്ട്രീയം പറഞ്ഞാൽ എന്താ പ്രശ്നമുള്ളത്? അതോ വേടൻ പറയുന്ന രാഷ്ട്രീയം ആരെയെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? വേടൻ്റെ രാഷ്ട്രീയം എന്താണ്? വേടൻ ഉൾപ്പെടുന്ന സമൂഹം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് അവജ്ഞയോടെ നോക്കുന്നതും അവരെ മാറ്റി നിർത്തുന്നതും, വേടൻ്റെ പല ഇൻ്റർവ്യൂകളും കണ്ടാൽ അറിയാം. അവരെ ഓരോ ആൾക്കാർ വിളിക്കുന്ന പേരുകളും അവർ താമസിക്കുന്ന സ്ഥലത്തെ പറയുന്നതും എല്ലാം. അപ്പോൾ അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതേക്കുറിച്ചൊക്കെയാണ് വേടൻ പറയുന്നത്. അതാണ് വേടൻ്റെ രാഷ്ട്രീയം. അതിന് ഈ അഖിൽമാരാറിന് ഇത്ര ബുദ്ധിമുട്ട് വരേണ്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വേടൻ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട അഖിൽമാരാർക്ക് മനസ്സിലായിട്ടില്ല. കാരണം വേടൻ പറയാൻ ഉദ്ദേശിച്ചത് ആ ഇൻ്റർവ്യൂവിൽ വേടനും അരുൺകുമാറും തമ്മിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ. അതേ വെച്ചിട്ടാണ് അഖിൽ മാരാർ ഈ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വേടൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ DNA പഠിക്കാനുള്ള ഇത് ജീൻ ഇല്ല എന്ന് പറയും, ഞങ്ങളുടെ DNA അതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അതായത് ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും വേടൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അത് അഖിൽമാരാർ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച DNA അല്ല ഉദ്ദേശിക്കുന്നത്. അവർ തലമുറകളായിട്ട് പാടത്തും പറമ്പിലും പണിയെടുത്തും, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ ഒരിക്കൽ പോലും ആരും കുത്തിയിരുന്ന് പഠിക്കുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മാർക്ക് വാങ്ങുന്നതോ ജോലിക്കായി ശ്രമിക്കുന്നതോ അവർ കാണുന്നില്ല. അവർ കാണുന്നത് അന്നന്നത്തെ അരിക്കും വെളിച്ചെണ്ണയ്ക്കും വേണ്ടി, അല്ലെങ്കിൽ അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെയും അമ്മയും, കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത കുടുസുമുറികളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് പഠിക്കണമെന്നോ അടുത്ത ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് അവർക്കറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് അന്നന്നത്തെ വിശപ്പിനുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ ജീനാണ് വേടൻ ഉദ്ദേശിച്ചത്. അത് ഈ അഖിൽമാരാർക്ക് മനസ്സിലാകുന്നില്ലേ? വളരെ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഇയാൾക്ക് ഇതെന്താ ശരിക്കും പറ്റിയത്? ഞാൻ വിചാരിച്ചത് ബോധതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ചിന്തകളുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇയാൾ എന്തൊക്കെയോ ആ ഇൻ്റർവ്യൂ മുഴുവൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ വേടൻ പാട്ട് പാടിയാൽ മതി, അതും എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ വച്ച് ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ടുള്ള പാട്ടുകൾ പാടിയാൽ മതി. അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഈ വേടൻ പാടേണ്ടതോ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടോ കാര്യമില്ലെന്നാണ് പറയുന്നത്. കാരണം കലാഭവൻ മണി പാടിയത് കേട്ടില്ലേ? അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും രാഷ്ട്രീയമൊക്കെ എന്തിനു പറയണം? വേടൻ എന്തിനു പറയണം എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത്. വേടൻ പറയണ്ടേ? വേടൻ പറയട്ടെ എന്ന്. അതിലിപ്പോൾ ആർക്കാ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതുപോലെ ജാതിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ വേടൻ്റെ പാട്ടിൽ മധുവിനെ കുറിച്ച് പരാമർശിച്ച വരികളുണ്ട്. അപ്പോൾ വേടൻ്റെ പാട്ടുകൾ അധികം കേൾക്കാത്തത് കൊണ്ടാണ് മധുവിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല വേടൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വേടൻ്റെ വാക്കുകൾ ഇപ്പോൾ ആൾക്കാർ കേൾക്കുന്നത്? അത് കഞ്ചാവ് കേസിൽ പ്രതിയായത് കൊണ്ടല്ല. വേടൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു റാപ്പ് സിംഗർ ആയതിനു ശേഷം വേടൻ്റെ പേരിൽ കേസ് വന്നതുകൊണ്ടാണ് വേടനെ എല്ലാവരും പെട്ടെന്ന് വേടൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ അഖിൽമാരാർ പറയുന്നത് കേസ് വന്നതുകൊണ്ട് ഫേമസ് ആയി വലിയ പ്രതിഫലം വാങ്ങുന്നു എന്നൊക്കെയാണ്. ഇതിലൊക്കെ ഈ അഖിൽമാരാർക്ക് ഇത്ര ബുദ്ധിമുട്ട് വരേണ്ട എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതുപോലെ ശ്രീരാമൻ്റെ കാര്യം പറയുന്നുണ്ട്. ശ്രീരാമനെ വേടൻ അറിയില്ല എന്ന്. ഈ പറഞ്ഞ എനിക്കും ശ്രീരാമനെ അറിയില്ല. എനിക്ക് അതിൽ സീതയെ അറിയുള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്മണൻ്റെ ഭാര്യയായ ഊർമിളയെ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ഫീലിങ്സാണ് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഇവർ അനുഭവിച്ച വിഷമങ്ങളാണ്. അപ്പം ഞാൻ ശ്രീരാമൻ്റെ ആളല്ല, എനിക്കും ശ്രീരാമനെ അറിയില്ല. അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടിയ അടിയാണ് എന്നും പറയുന്നുണ്ട്. അതായത് മറ്റുള്ള ആൾക്കാർ ദളിതരെ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ജയ് ശ്രീരാം എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം. ഇതൊന്നും അഖിൽമാരാർക്ക് അറിയില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല സ്ഥലങ്ങളിലും എന്തിന് വാലന്റൈൻസ് ഡേക്ക് കുട്ടികൾ ഒരുമിച്ചിരുന്നതിന് ജയ് ശ്രീരാം പറഞ്ഞ് അടിച്ചോടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കേരളത്തിലല്ല, പുറത്ത്. കേരളത്തിൽ അത് സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുറത്ത് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിട്ടുണ്ട്, നോർത്തിലൊക്കെ. അതേപോലെ പിന്നെ ഈ ബീഫ് കഴിച്ചതിന് അടിച്ചിട്ടുണ്ട്, അടിച്ച് ജയ് ശ്രീരാം വിളിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഇതിലും വേടൻ പറയുന്നത് ആ അടി എനിക്കാണ് കൊണ്ടത് എന്ന് പറയുമ്പോൾ വേടനെ പിടിച്ചു നിർത്തിയിട്ട് ആരും വേടൻ്റെ പുറത്തിട്ട് അടിച്ചു എന്നല്ല അതിനർത്ഥം. അതിനർത്ഥം എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനും കൂടി ഉപയോഗിക്കുന്നതാണ് ജയ് ശ്രീരാം. അല്ലാതെ ഹനുമാൻ പറഞ്ഞതുകൊണ്ട് ജയ് ശ്രീരാം എന്ന് പറയുന്നതിനെ ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യം എന്തുകൊണ്ടാണ് നോട്ടീസ് ചെയ്യാത്തത്? ഹനുമാൻ ശരി, ഭക്തി കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറയാം. പക്ഷെ അത് ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതിനെ ഈ ബാങ്ക് വിളിക്കുന്നതുമായിട്ട് എങ്ങനെയാണ് ഉപമ പറയുന്നതെന്ന് അറിയില്ല. ഈ മൈത്രേയൻ്റെ ഉപമകളെ കുറിച്ചൊക്കെ അഖിൽമാരാർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപമയായിട്ട് പറയാമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വീഡിയോയിൽ വയ്ക്കാം. കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല അറ്റാക്ക് വന്നത്, പിന്നീട് ഈ പുലിപ്പല്ലിൻ്റെ പേരിലായിരുന്നു അറ്റാക്ക് വന്നത്. അപ്പം ഞാനും അനുകൂലിച്ച് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഞാൻ വേടനെ അനുകൂലിച്ചാണ് ഞാൻ ആ സമയത്ത് എഴുതിയേക്കുന്നത്. പക്ഷെ പുറത്തിറങ്ങിയ വേടൻ പാട്ട് കല എന്നത് മാറ്റി വേടൻ പിന്നീട് പറയാൻ തുടങ്ങിയത് രാഷ്ട്രീയമാണ്. അവിടെയാണ് അപകടങ്ങൾ വന്നു തുടങ്ങുന്നത്. ഞാൻ ഇതിനകത്ത് എപ്പോഴാണ് വേടനെതിരെ പറഞ്ഞു തുടങ്ങിയെന്നറിയാമോ? റിപ്പോർട്ടർ ചാനലിലെ വേടൻ്റെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ്. കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്, കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് തിരിച്ച് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. കേരളത്തിൽ 5 നേരം കേൾക്കുന്ന വാക്കാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന വാക്ക്. എത്രയോ തീവ്രവാദികൾ ഈ ഒരു പദത്തെ കൊലപാതകത്തിന് മുമ്പും ടെററിസം ആക്ടിവിറ്റീസിന് മുമ്പും ഇങ്ങനെ വിളിച്ചിട്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഓരോ ദിവസങ്ങളിലും 5 നേരം ബാങ്കിൽ ഇത് വിളി മുഴങ്ങുന്ന ഉടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാണെന്നാണ് പറയുന്നത്, കറക്റ്റെന്ന്. ആ ഇൻ്റർവ്യൂ ഒന്ന് നമ്മുടെ ഇപ്പം ഞാൻ പറയില്ല, നമ്മൾ അതായത് ഒരുവൻ ജനിച്ചത് കൊണ്ട് താഴ്ന്നവനാണെന്നാണ് അവിടെ വേടൻ പറയുന്നത്. ഇത് ധാരാള വാക്കാണ്. ജനിച്ചതിൻ്റെ ഫലമായിട്ട് DNA-യിലൂടെ ജീനിലൂടെ അവന് പഠിക്കാനുള്ള കഴിവില്ല, അവൻ കൊള്ളരുതാത്തവനാണ്, അവൻ ഇത് പഠിച്ചാൽ മനസ്സിലാകാത്ത ഒരുത്തനാണെന്നാണ് ഇവിടെ വേടം പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ വേടം പാടുക, വേടം കാശ് മേടിക്കുക, അത് 5 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ മേടിക്കുക. ഇപ്പം നമ്മുടെ ഹനുമാൻ കൈൻഡ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന റാപ്പറാണ് കേരളത്തിൽ നിന്നുള്ള. ആ രീതിയിൽ അദ്ദേഹം പോട്ടെ. പക്ഷേ ഒരു കേസ് വന്നതും ആ കേസിന് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. വളരെ മര്യാദയ്ക്കുള്ള സംസാരമായിരുന്നു അതൊക്കെ തന്നെ. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പം രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതേപോലെ തന്നെ മൈത്രേയൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈത്രേയൻ പറഞ്ഞു മകൾക്ക് അച്ഛൻ ഗർഭമുണ്ടാക്കി കൊടുക്കണം, അമ്മയ്ക്ക് മകൻ ഗർഭമുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ എവിടെയും പറഞ്ഞായിട്ട് എനിക്കറിയില്ല. ഈ പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. കാരണം ഒരാൾ എന്താണോ പറയുന്നത്, എന്താണോ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാനോ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ആദ്യം ഒരു മുൻവിധിയോടുകൂടി ഒരു ജഡ്ജ്മെൻ്റലായിട്ട് ഇരിക്കുവാണ്. ഇയാൾ ഇതൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അപ്പോൾ ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമല്ല, ഇത് നമ്മുടെ ഇവിടെ ഒന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ എടുക്കുന്നത്. മൈത്രേയൻ്റെ ഇൻ്റർവ്യൂ കണ്ടാലറിയാം. അയാൾ അപ്പോൾ ഈ അഖിൽമാരാർ പറയുന്നുണ്ട്, അഖിൽമാരാരുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇയാളോട് ജനകീയ കോടതിയിൽ വന്നിട്ട് കഞ്ചാവ് അടിച്ചിട്ട് സംസാരിക്കാൻ പറ, അയാൾ ചെയ്യുമോയെന്ന്. അയാൾ ചെയ്യില്ല. അയാൾ കൃത്യമായി പറയുന്നുണ്ട്, മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇയാൾ കൃത്യമായി പറയുന്നത് എന്താണ്? ഇത് നിങ്ങൾ നിരോധിക്കാതെ ക്രിമിനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരു കുറ്റമല്ലാതെ ഇവിടെ സിഗരറ്റും മദ്യവും കിട്ടുന്നത് പോലെ ഇതും അവൈലബിൾ ആക്കിയാൽ 10% മാത്രമായിരിക്കും ഇതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുക. അവരത് ഉപയോഗിക്കുകയും
പിന്നെ അതൊരു അണ്ടർവേൾഡ് പോലെയായി മാറാതിരിക്കുകയും ചെയ്യും. ഇത് കിട്ടുന്നില്ലെങ്കിലാണല്ലോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പല കള്ളത്തരങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈസ കൂടുന്നതും ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിനെ ഒന്ന് നിരോധിക്കാതെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ലഭ്യമാകുന്ന രീതിയിൽ ഏർപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അത് ആ ഇൻ്റർവ്യൂവിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ എഴുതാപ്പുറങ്ങൾ വായിക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. പൊതുവെ എല്ലാവരും എന്തെങ്കിലും കേട്ടാൽ എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാതെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മളെ അങ്ങ് വൈറലാവണം, ഇതിന് ഞാൻ ഇപ്പം തന്നെ ഒരു അഭിപ്രായം പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് ചാടിക്കേറി പറയുന്നതാണ്. ഇതിൽ മൈത്രേയൻ പറയുന്നത് എൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഇൻ്റർവ്യൂ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാജ്യങ്ങളുടെ അതിരുകളെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൃത്യമായിട്ട് മൈത്രേയൻ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പക്ഷെ അതൊരു സമാധാനത്തിലിരുന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം, എങ്കിൽ മാത്രമേ അത് തലയിലോട്ട് കയറുള്ളൂ. പിന്നെ ഈ മൈത്രേയൻ പറയുന്ന ഒരാളുടെ അഭിപ്രായം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറേ കാര്യങ്ങൾ എനിക്കും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. എന്നാലും ഒരാൾ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതൊന്ന് കേട്ട് മനസ്സിലാക്കാനും കൂടി ഒരു ബോധം കാണിക്കണം. അപ്പോൾ മൈത്രേയൻ പറഞ്ഞത് ഞാനിവിടെ ഒരു ചെറിയ പോർഷൻ ഇവിടെ വയ്ക്കാം. നിങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അപ്പൊ മിണ്ടരുത്. അല്ല, പക്ഷേ അപ്പൊ ആ സ്ത്രീകൾ പറയുന്ന നിൽക്കുന്നുണ്ട്. സാധനം എത്രയാണ് മനസ്സിലാക്കണ്ടേ? സ്ത്രീകൾ ഈ നിൽക്കുന്നുണ്ട്. നാട്ടിനകത്ത് ഇത്രയും ഡിവിഷൻ, സ്ത്രീകൾ മുഴുവനും വീട്ടിനകത്തിരിക്കുകയും അവരെല്ലാം സുലഭമായി കിട്ടുന്ന സാധനം സിഗരറ്റാണല്ലോ. എന്താ മേടിച്ചു എല്ലാവരും ഇവിടുത്തെ മുഴുവൻ പേരും വലിക്കാത്ത? നമുക്ക് കൃത്യമായിട്ടറിയാം, ഒരു 10% അതെല്ലാം ചെയ്യുന്നത്. അത് ആണായാലും പെണ്ണായാലും അത്രേ ഉള്ളൂ. അല്ലാതെ കിട്ടുന്ന കാരണം കൊണ്ട് എല്ലാവരും കൂടെ അങ്ങ് കഴിക്കുകയൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ മാടക്കടയിലും കഞ്ചാവ് കിട്ടുമായിരുന്നു. ഞങ്ങളാരും വലിക്കാറില്ല. എല്ലാവർക്കും അറിയാം, പറയും ഇത് കുഴപ്പം പിടിച്ചതാണെന്നറിയാം. അതുകൊണ്ടാണ് നിരോധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലമാണത്. നിരോധിക്കുമ്പം ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് എങ്ങനെങ്കിലും കഴിക്കാനാണ് അഡിക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും അത് തിന്നുമ്പോൾ ഇതിന് വില കൂടും. വില കൂടുമ്പോൾ വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാവരും അതിനകത്തേക്ക് വരും. ആ വരുമ്പം അതിൻ്റെ വില ഓരോ ദിവസവും കൂടും. കാരണം നിരോധിച്ചിരിക്കുന്ന സാധനമാണ്, രഹസ്യമായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ വലിയ ഒരു സാമ്രാജ്യം, അണ്ടർവേൾഡ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് അങ്ങ് രൂപപ്പെടും. എന്തായാലും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നതിന് മുന്നേ ഒരാൾ എന്താ പറയാൻ ശ്രമിച്ചതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം.